ഫോട്ടോസ് മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഓടിപ്പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് എന്റെ ഫാമിലി ഉണ്ട്. അതെ, അത് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു വീടാട്ടോ ശരിക്കും. ഞാൻ ജീവിച്ച വീട്. ഗേറ്റ് കാണാം. ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ല കേട്ടോ, ഫ്രണ്ടിലൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളും. ഞങ്ങൾക്ക് മുകളിലുള്ളവരെ മിസ് ചെയ്യും, കാരണം ഞാൻ ഫുൾ ടൈം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. വെൽക്കം ടു അവർ ഹോം ടൂർ. അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്, അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളെ ഹോം ടൂർ ചോദിച്ച ആൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഓൾക്ക് ചോദിച്ചവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. റെന്റ് ഹൗസ് ആണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് എന്തായാലും ഏടിയാലും റെന്റ് ഹൗസ് തന്നെ. അപ്പോൾ എന്നാലും നമ്മൾ എവിടെ താമസിക്കുന്നു അത് നമ്മളെ വീട് പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വീട് എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും കമന്റ് കണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഏടിയ വീടെന്ന്. നമ്മളിപ്പം വടകരയിൽ നിന്ന് കൊയിലാണ്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം താമസിക്കുന്നത് കൊയിലാണ്ടിയാണ് കേട്ടോ. കൊയിലാണ്ടി പന്തലായിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പന്തലായിനി ഞാൻ ജനിച്ച നാടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്. മറ്റേത് വടകര നമ്മൾ മെയിൻ റോഡിൽ തന്നെയായിരുന്നു, ഇപ്പം കുറച്ച് വിട്ടിട്ടാണ്. ഇതൊരു വീടാണ്. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് വീട്ടിലേക്ക് ആണ് ഇപ്പം മാറിയത്. അപ്പം ഇനി കാണാം. അപ്പൊ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതെ, ഒരു കുഴപ്പമില്ല. ഒരു ഇതാണ് ഉള്ളത്. ഒരു 2-3 കസേരയൊക്കെ ഇടാം. അതന്നെ. പിന്നെ നമ്മൾ വടകരയുള്ള ഷൂറൊക്കെ നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇവിടെ മണി പ്ലാന്റ് ഇവിടെ വെക്കലുണ്ട്, കാരണം ഇത്തിരി വെയിലും കാലത്തൊക്കെ കിട്ടിക്കോട്ടെ വെച്ചിട്ടുണ്ടോ. ഇനിയിപ്പോ നമ്മളെ വീടിന്റെ ഉള്ളിലേക്കോ. ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാള്. അത്യാവശ്യം നല്ല സ്ഥലമാണ്, കാരണം എന്ത് സാധനം വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ഫോട്ടോസ് വെക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ഫോട്ടോസ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു, അതൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല ഇവിടെ. അപ്പോൾ ഫോട്ടോസ് മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ലിനിയുടെ 2 ഫോട്ടോ നമ്മൾ ഇവിടെ വെച്ചിട്ട്, പിന്നെ കൂടാണ്ട് ഇപ്പുറത്ത് ആണ് നമ്മുടെ കൃഷ്ണൻ കാര്യമൊക്കെ വെച്ചിട്ടുള്ള അപ്പുറത്താണ് കേട്ടോ. പിന്നെ ഇവിടെ ലിനിയുടെ ഫോട്ടോ ഇവിടെ ഒന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. അത്രയും സ്പേസേ ഉള്ളൂ. പിന്നെ കാരണം ഇത് ആണിയൊന്നും അടിക്കാനുള്ളൊരു സൗകര്യം ഇല്ല ഇവിടെ. അതെ അതെ, പ്ലേ ബട്ടൺ ഉണ്ട്. നമ്മളെ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ ചുമരിലായിരുന്നു വെച്ചത്. നമ്മളിവിടെ ഇപ്പോൾ പിന്നെ നമ്മളെ മീനും അക്വേറിയം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ എന്നോട് കുറെ ആള് താമസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടേബിൾ എഴുതാ വാങ്ങിച്ചത്. ഞാൻ കൊയിലാണ്ടി വാങ്ങിച്ചത്. അതെ, കൊയിലാണ്ടി ഗ്രാൻഡ് ഫർണിച്ചർ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഈ ചെയറും ഇത് സെപ്പറേറ്റ് ആണ്, പക്ഷേ രണ്ടും നോക്കുമ്പോൾ നല്ല ഒരുപോലെ തന്നെ കിട്ടി. നല്ല നല്ല സ്റ്റൈല്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇപ്പോൾ ടേബിളിൽ ഇതിൽ നടുവിലൊരു സാധനമൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ചെയർ നല്ല വലിയ വിലൻ്റെ ഒന്നുമല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള പൈസയുടെ ആണ്. ചെയർ നല്ല അത്യാവശ്യം സ്ഥലമുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ ചെയർ ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ സ്ഥലം കുറവായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിനാണിത്. പിന്നെ നമ്മൾ അവിടുന്ന് ഉള്ള കുറെ അല്ലറ ചില്ലറ കൂടെ തന്നെ കൃഷ്ണനും കൂടി നമ്മളിവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ ഇവിടെ നമ്മളെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഫുള്ള് ഉണ്ടോ. ഇവിടെ ഒരു 4 കള്ളിയുണ്ട്, ഇവിടെ ഒരു 3 കള്ളിയുണ്ട്, പിന്നെ ഇവിടെ ഒരു 3 കള്ളിയുണ്ട്, ഇതാ ഇവിടെ 3 കള്ളിയുണ്ട്. അതെ, നല്ല വെളിച്ചമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം കാണാം.
അതെ അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പൂജാമുറി എന്ന് പറയുന്നത് നമുക്ക് വിളക്ക് നമ്മൾ ഒരു സൈഡിലായിരുന്നു വെച്ചു. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ആകെ ഒരു സ്പേസ് ഉള്ളതെന്ന് പറയുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് കോണീൻ്റെ അടിയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് ഏരിയ എണ്ണയും കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് അപ്പൊ ഈ ഒരു സൈഡ് ആകുമ്പോൾ ഒരു ഇടയ്ക്ക് അവിടെ നിന്നോളൂ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാല് പിന്നെ അതാണ് നമ്മളിവിടെ സ്റ്റെയർ ഉണ്ട്, മേലെയും കൂടി ഉള്ളതാണ്. ഇത് അപ്സ്റ്റെയർ ഉള്ള വീടാണ് കേട്ടോ. ഇപ്പൊ താഴെ നമുക്കൊരു ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമുള്ള. അപ്പോൾ ഇതാണ് സ്റ്റെയർ മേലേക്കുള്ള. കുഞ്ഞു സിദ്ധു മേലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു താഴത്തെ ബെഡ്റൂം കാണിക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഹാളിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ താഴെയുള്ള ബെഡ്റൂം. അതായത് നമ്മൾ താഴെയാണ് കിടക്കുന്നത്. ബെഡ്റൂം വലിയ ഒരുപാട് സ്പേസ് ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം ഒരുപാട് സ്പേസ് ഇല്ലാത്ത കേട്ടോ. അപ്പൊ ഒരു കംഫർട്ട് തോന്നണമെങ്കിൽ മൊത്തം ഒന്ന് ഒതുങ്ങണ്ടേ. ഇങ്ങനെ ഈ വലിയ ബെഡ്റൂം ആകുന്ന സമയത്ത് എനിക്ക് പേടിയാവും. അതെ, ഇവിടെ ഇപ്പൊ എന്താ പറയുക സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നാല് കള്ളി ഇവിടെ ജനലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ഇതൊരു ബാത്റൂമാണ് കേട്ടോ. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഉള്ള ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ നമ്മള് ഒരു അലമാര ഇതിപ്പോ നമ്മുടെ ആ അലമാരന്റെ ആ ടേബിളിന്റെ കൂടെ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇത് 3 കള്ളി നല്ല സ്പേസ് ഉള്ള അലമാരയാണ്. അവിടുന്ന് ഇങ്ങോട്ട് മാറി ഒരുപാട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കണ്ടല്ലേ. അതുകൊണ്ട് ഭയങ്കര വിലയൊന്നുമില്ല. ശരിക്കും നല്ലൊരു ചെറിയൊരു പൈസ, നല്ല അഫോർഡബിൾ പ്രൈസ് രണ്ടും. ബെഡ്റൂമിന്റെ ബെഡ്റൂമിന്റെ അലമാരയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും. ഇവിടുന്ന് അത് ശരിക്കും ഫ്രണ്ടിലോട്ട് കാണാം. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഗേറ്റ് കടന്നു വരുന്ന വഴിയാണ്. അങ്ങനെ തന്നെ വന്നിട്ടാണ് ഇതിലേക്ക് ഇവിടെ എത്തുന്നത്. പിന്നെ ഇതിവിടെ ഒരു ചെറിയൊരു തട്ടും കാര്യമൊക്കെ ഉണ്ട്, ചെറിയൊരു സാധനമൊക്കെ. പിന്നെ സിദ്ധുവിന് നമ്മളെ അടുത്ത് തന്നെ ഇവിടുന്ന് ഇരുന്നിട്ട് തന്നെ പഠിക്കാം. അങ്ങനെ മേലെ വെച്ച് പഠിക്കേണ്ട, താഴെ തന്നെ നമ്മളൊരു ശ്രദ്ധ വേണമെന്നുള്ള. അതെ, അപ്പോൾ സിദ്ധുവിന് പഠിക്കാനുള്ള ഏരിയ നമ്മളെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുവിനാണെങ്കിൽ ഇവിടെയും അതും ഒന്നുകിൽ ഈ ടേബിളിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ TV-ൻ്റെ ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തൽക്കാലം. അപ്പോൾ അവിടെ 2 ആൾക്കും പഠിക്കാനുള്ള. പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് വരാൻ ശേഷം ലാസ്റ്റ് കാണിക്കാം കിച്ചൺ. അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം. സ്റ്റെയർ എന്ന് പറയുന്നത് ഏകദേശം 18 പടിയുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡിന് അധികം കയറില്ല. കാരണം മക്കൾ 3 മക്കൾ 3 ആളും മേലെയാണ്. പക്ഷെ ഞാനും ശേഷമൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ പോയില്ല. ഇവിടെ വിളിച്ചാൽ കാണും. ഇതിന്റെ ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഈ സംഭവം കേട്ടോ. ഇതിന്റെ ഒരു ഭംഗി അല്ലേ, നല്ല സൂപ്പറായത്. പിന്നെ നല്ല രീതിയിലാണ് ഇത് ചെയ്തത്. മൊത്തം കാണാം. ചിലത് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സെൻട്രൽ ഹാളിലോട്ട് കാണൂല. ഇതിപ്പോ എവിടെ നിന്നും സെൻട്രൽ ഹാളിലേക്ക് നോക്കാം. നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു സെൻട്രൽ ഹാളിൻ്റെ മേലെയുള്ള ഫുള്ള് വിൻഡോ ഉണ്ട്, നല്ല ലൈറ്റ്. നമുക്ക് ശരിക്കും അതെ പകല് ആയി കഴിഞ്ഞാലും പിന്നെ ഇപ്പൊ പിന്നെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ എക്കോ ഫീൽ ചെയ്യും കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പറയുന്ന സമയത്ത് തന്നെ എക്കോ ഉണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട് എക്കോ വാങ്ങുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? മൈക്ക് വാങ്ങണം. നിലയില് ഉള്ളത് 2 ബെഡ്റൂം കേട്ടോ. ഫസ്റ്റത്തെ ബെഡ്റൂം ഇവിടെ ദേവൂരാണ്. ഇതാണ് ദേവിന്റെ ബെഡ്റൂം. ഇതിലൊരു മിസ്റ്റേക്ക് നമുക്ക് തോന്നും, കാരണം ഇത് കുഞ്ഞി കട്ടിലല്ലേ. കട്ടില് ചെറിയ കട്ടില്. അതെന്താന്ന് വെച്ചാല് ഇവിടെ വടയുള്ള സമയത്ത് നമുക്ക് 2 ബെഡ്റൂം അല്ലേ. അപ്പൊ കുഞ്ഞു സിദ്ധുവും ദേവും ഒരു ബെഡ്റൂമിലായനെ 2 കട്ടിലിട്ടിട്ടായിരുന്നു. അപ്പൊ ഇവിടെ ആവുമ്പോ നമുക്ക് റൂം എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് ഈ കട്ടിലെടുത്ത് ഇവിടെ ഇട്ട് പിന്നെ ആളിവിടെ ഉണ്ടാവില്ലല്ലോ ഉള്ള സമയത്ത്. ഇവിടെ ഈ പറഞ്ഞ കൂടെ തന്നെ നല്ല അടിപൊളി 4 കള്ളിയുള്ള ജനലുണ്ട്. പക്ഷെ പുറത്ത് ഇത് പറമ്പാണ് കേട്ടോ. പറമ്പാണ്. അതിന്റെ ഒരു ഇതുണ്ടാവും. കാരണം നമ്മൾ ടൗണിൽ നിന്നതിനെ കൊണ്ട് പുറത്തോട്ടെല്ലാം നോക്കുമ്പോ കുറച്ച് കാടുമലയൊക്കെ അതെ ഹരിതാപം പച്ചപ്പൂ ഹരിതാപം കാണാനുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഉണ്ട്. എല്ലാം നല്ല നല്ല ബാത്റൂമുകൾ കേട്ടോ. നല്ല ഭംഗിയുള്ള ബാത്റൂം. ഇതാണ് നമ്മുടെ ഒരു റൂം. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ അടുത്ത റൂമുണ്ട് ഇവിടെ.
ഇത് നമ്മുടെ കുഞ്ഞു സിദ്ധുവിന്റെ ഇവരെ രണ്ടാളുടെയും റൂം. ഈ ബെഡ്റൂമിന്റെ ഒരു വെളിച്ചം കുറവ് തോന്നുന്നത് വെച്ചാല് ഇവർക്ക് 2 ബൾബ് ഉണ്ട്. ഒന്ന് ഇവർക്ക് 0 വോൾട്ട് വേണം പറയുന്നത് കൊണ്ട് 0 വോൾട്ട് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിനകത്ത് നല്ല വെളിച്ചുണ്ട്. പിന്നെ ഇങ്ങനത്തെ 4 ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. സിദ്ധു തുറന്ന ബാത്റൂം ശരിക്കും കുഞ്ഞു ഈ ചെറിയ തുറക്കട്ടെ നല്ല രസമായിട്ടില്ലേ. ഇതും തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ഗേറ്റ് കാണാം. അതെ, ഇവിടെ ഗേറ്റ് കാണാം. അതെ, രാവിലെ ഒക്കെ അതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പകല് നല്ല രസമാണ്. രാത്രി നമുക്കൊരു നിശബ്ദത തോന്നും. കാരണം നമ്മൾ ഓൾറെഡി ടൗണിൽ ജീവിച്ചെടുപ്പുണ്ട്. അതിന്റെ ഒരു വിഷമവും. പിന്നെ എനിക്ക് തീരെ ധൈര്യമില്ലാത്ത എളുപ്പമുണ്ട്. എനിക്ക് പൊതുവെ ഒച്ചയില്ലാത്ത സ്ഥലമൊക്കെ എനിക്കൊരു ഇത് മാറ്റി കേട്ടോ. ശരി, ഇവിടെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവരെല്ലാം ഫുൾ ടൈം ഉണ്ടാവുമല്ലോ. പിന്നെ ഈ വീടിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, അതായത് ഏറ്റവും നല്ലൊരു സ്പേസ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ബാൽക്കണി. പക്ഷെ ഇവിടെ ചെറിയൊരു ഡേഞ്ചർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന് കൈവരികൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല വീതിയുള്ളതാണ്, നല്ല വീതിയുള്ള ഇതാണ്, ഒരു ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നല്ല കിടക്കാൻ പറ്റും നല്ല രീതിയിൽ. അതെ, ഇവിടെ ദൂരേക്ക് വയലുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ഒരു നല്ല രീതിയിൽ കാണാം. നല്ല ഞങ്ങള് ഇവിടെ വന്നപാടിന് സൈഷന്റെ മകളൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മൾ താമസിച്ചൊരു വീടുണ്ട് കല്യാണം കഴിഞ്ഞ പാടും, മുള്ളംകുന്ന് എന്നറിയോ, കുറ്റ്യാടി. അപ്പൊ ആടെ താമസിച്ചൊരു ഫീൽ അല്ലേ കുഞ്ഞു. ബാക്കോട്ടൊക്കെ ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ. വീട് നമുക്ക് സൗകര്യമുണ്ട്. വീട് മൊത്തത്തിൽ എല്ലാവർക്കും, ഞങ്ങളെ എല്ലാവർക്കും 5 പേർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ കുറച്ചൊരു നമ്മൾ അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ആ ലൈറ്റ് നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് ഒരു ഡാർക്ക് ആയ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം പെട്ടെന്ന് ടൗണിലോട്ട് പോകുമ്പോഴൊക്കെ അവിടെ നമ്മുടെ ഭയങ്കര ടൗണിലാണല്ലോ. കാലെടുത്ത് വെച്ചാൽ വണ്ടി ഒച്ചയും വരുന്നതിനെ കൊണ്ട്. അപ്പൊ അയ്യൊരു ഇതുണ്ട്. പിന്നെ വേറെന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അടുത്തന്നെ തൊട്ടടുത്തന്നെ ഒരു വീടുണ്ട്. ഒരു മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു വീട് കാണാം. പിന്നെ ഇതിന്റെ അടുത്ത് വേറൊരു വീടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ സിറ്റ് ഔട്ട് ബാൽക്കണിയിൽ ഇരുന്നാൽ കാണുന്നത്. പക്ഷെ ഒരു സൈലന്റ് ആണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മോളിലുള്ളവരെ മിസ് ചെയ്യും. കാരണം ഞാൻ ഫുൾ ടൈം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതാണല്ലോ. ഡെയിലി വിളിക്കുന്നുണ്ട്. ആ ഒരു മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടി ഡെയിലി വിളിക്കുന്നുണ്ട്. ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലെ അവസ്ഥകള്. ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു കയറി ഇറങ്ങി വരുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ലേ. ഇത് തന്നെ ഒരു വലിയൊരു ഇതാണ്. അപ്പൊ പിന്നെ നമ്മളെ മെയിൻ പാർട്ട് കിച്ചൺ ഇതാണ് നമ്മളെ. അതെ, അവിടുത്തേക്കാളും നല്ലൊരു സ്പേസ് ഇവിടെ, നല്ല സ്പേസ് ഉണ്ട്. അതാണ് കബോർഡുകള്. പിന്നെ മറ്റേ നമ്മളെ നമുക്ക് അതെ, അവിടെ ഒരു തട്ട് മാത്രമായിരുന്നു. ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും. അതെ, അതുകൊണ്ട് പുറത്ത് ഒന്നുമില്ല, എല്ലാം ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മള് ഒരു ഉള്ളിലോട്ട് ആക്കി എടുത്ത് വെക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ. പിന്നെ ഫ്രിഡ്ജ് വെക്കാൻ, ഫ്രിഡ്ജ് നമ്മളിവിടെ. അതെ, ടോട്ടൽ അടിപൊളി. അതെ, കിച്ചണ് നല്ല സ്പേസ് ഉള്ള. അതെ അതെ. പിന്നെ ഇതിന്റെ പിറകിലുള്ള ഇതാണ്. ഇവിടെ നമ്മള് ഇവിടെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് ചെറിയൊരു എന്താ പറയാ, മറ്റേ അടുപ്പ്, സാധാരണ അടുപ്പ് വെച്ച് സെറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ നമ്മള് വാഷിംഗ് മെഷീൻ ഇവിടെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ഇവിടെ 2 ഗ്രില്ലുണ്ട്. ഇത് നമ്മൾ പുറത്തേക്ക് ഗേറ്റിലേക്ക് പോകാനും ഇത് ബാക്ക് സൈഡിലേക്ക് പോകാനുള്ളതുമാണ്.
ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാത്തതിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലക്കി ആറിയിടാനൊക്കെ നമ്മള് ഇത് യൂസ് ചെയ്യാം, വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം പൊതുവെ പുറത്താണ് അതിന്റെ കാരണം നല്ല വെയിലുണ്ട്. ഇപ്പം വെയിലുള്ളതുകൊണ്ട് അതാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഇവിടെ ഒരു പുറമേയുള്ള ഒരു വാഷ് ബേസിൻ ഇവിടെ ഉണ്ട്. പിന്നെ പാത്രങ്ങളും കഴുകാം, മീൻ മുറിക്കാം, ആ രീതിയിലൊക്കെ അവിടെ തന്നെ ചെയ്യാം. പിന്നെ അപ്പൊ അടുക്കളയിൽ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത് അല്ലേ സാർ? അതെ. അപ്പോ ഇതുവരെ ഞാനായിരുന്നു ക്യാമറമാൻ, അതുകൊണ്ടാണ് സജീഷ് കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ പുതിയ വീട്. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീട് ഫുള്ളായിട്ടൊന്ന് കാണിക്കണം എന്നുള്ള. അപ്പോൾ കുറച്ച് നല്ല സ്പേസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വീട് നമുക്ക് 100% ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു ഒരു വിഷമം, പെട്ടെന്നൊരു മാറ്റം പകലില്ല. പകല് നല്ല സുഖം, കുഴപ്പമൊന്നുമില്ല. രാത്രിയാവുന്ന സമയത്താണ് അതൊരു നമുക്ക് നമ്മളൊരു പ്രശ്നമാണ്. നമ്മള് അത്രയും വെളിച്ചത്തിന് വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ബാക്കി എല്ലാത്തൊരു കുഴപ്പവും കാര്യമില്ല. നല്ല രീതിയിൽ എല്ലാ സ്പേസും ഉണ്ട്. 3 റൂം കിട്ടിയിട്ടുണ്ട്, അതും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് ഒരു ബാത്റൂം ഉള്ളായിരുന്നല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എണ്ണത്തിന് ആളുണ്ടെങ്കിലും 2 ആളും ചെറുതാണ്. പോലെ അത്രയും സംസാരം ഒച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളൂ, സൈലന്റ് അല്ലേ. പിന്നെ നമുക്ക് ഓടിപ്പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് എന്റെ ഫാമിലി ഉണ്ട്. അതെ, ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കുറെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെ മുറ്റം. വലിയൊന്നല്ല, നല്ലോണം മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവുണ്ട് കേട്ടോ. നമുക്ക് കുറെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. സിദ്ധു കുഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള വ്യൂ. ഇതിൽ നിന്ന് ഗേറ്റ് കുറച്ച് അവിടത്തേക്ക് നടന്നിട്ടാണ് പോകേണ്ടത്. അവിടെയാണ് കിണറും കാര്യമൊക്കെ അവിടെയാണ് കേട്ടോ. ഗേറ്റ് സൈഡിലേക്കാണ്. പക്ഷെ അവിടെ റോഡുണ്ട്. ഇവിടുന്ന് ശരിക്കും ഒരു 10 മിനിറ്റ് വേണം നമ്മൾ മെയിൻ റോഡിലെത്താൻ. അതെ, ബസ്സെല്ലാം കയറാൻ അല്ലേ. പേരാമ്പ്ര കൊയിലാണ്ടി ബസ് പോകുന്ന റൂട്ടിലാണ് നമ്മൾ എത്തിയത് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിക്കുക എന്നുള്ളത് നടക്കൂല. കുറച്ചും കൂടെ നടക്കണം. ബാക്കി സൗകര്യങ്ങൾ കുറവൊന്നുമില്ല. പിന്നെ കുഞ്ഞോളി സിദ്ധുവിന്റെ സ്കൂള് ഇവിടെ അടുത്ത് തന്നെയാണ്. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. പിന്നെ അത്യാവശ്യം ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ എന്തായാലും നിന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്തുള്ളതൊരു വിഷമമുണ്ട്. 3 കൊല്ലം അവിടെ നിന്നല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ വിഷമമുണ്ടാവുക. അതിന് എല്ലാവരും വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ അവസ്ഥകൾ തന്നെയായിരിക്കും. ഒരിടത്തും പെർമനന്റ് ആവൂല അല്ലേ. അതെ. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്നോ അത് നമ്മുടെ വീട് എന്ന രീതിയിൽ കൊണ്ടുനടക്കണമെന്നാണ് ഞാനും സൈഷന്റെ ഒക്കെ ഒരു ആഗ്രഹമില്ല സാർ. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഫ്ലാറ്റും നമ്മൾ കൊണ്ടുവരുന്നത്. അവിടെയുള്ള വടകയുള്ള ഫ്ലാറ്റും കൊണ്ടുവരുന്നത്. പിന്നെ ഫ്ലാറ്റിൽ ജീവിച്ചതും വീട്ടിൽ നിൽക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട്. കാരണം അവിടെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കി ഒന്നിലും നമ്മൾ ഇൻവോൾവ് അല്ല. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു വീടിന്റെ അതേ രീതി കിട്ടും അല്ലേ. എല്ലാം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യാന്നൊക്കെ ഉള്ള അങ്ങനെ എല്ലാം അറിയണമല്ലോ മക്കളും. അപ്പം ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യം വീട്ടിലോട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി കാണിക്കാനുള്ളത് മുറ്റം. ഇതാണ് നല്ല ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ സൈഡ്, ബാക്ക് സൈഡും ഒക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്ന ചെറിയൊരു കലാപരിപാടി. അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും കൊല്ലം ഹോം ടൂർ ഉണ്ടല്ലോ ഉണ്ടാവും. ഇതിപ്പോ 4ാമത്തെ വീടാണ്. ഞങ്ങൾ കല്യാണം കഴിച്ച ആദ്യം നമ്മുടെ മുള്ളംകുന്നുള്ള ഒരു വീട്ടിലായിരുന്നു. അതൊരു പഴയ ഒരു വീടായിരുന്നു. ആ വീട്ടിൽ നിന്ന് നമ്മളൊരു 2-3 മാസം വന്നിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നേരെ പോയത് നമ്മുടെ മരുതോങ്കര ഒരു വീട്ടിലായിരുന്നു. അത് നല്ല കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. 2 ബെഡ്റൂം അറ്റാച്ച് ഒക്കെ ആയിട്ടുള്ള നല്ല ഇതായിരുന്നു. അതെ. അവിടുന്ന് നമ്മുടെ വടകര എത്തി. അതെ, വടകര എന്നാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഫസ്റ്റ് എടുത്തതും അവിടെ നിന്നാണ്. അതെ. പോയിട്ടുണ്ട്. പിന്നെ അത് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു വീടാട്ടോ ശരിക്കും. ഞാൻ ജീവിച്ച വീട്
ജീവിച്ചു കൂടാ. അതെ, ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. മുന്നൊക്കെ എന്താന്ന് വെച്ചാൽ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 3 മാസം നമ്മൾ നിന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മരുതോങ്കര വീട്ടിലോട്ട് പോയ സമയത്ത് അവിടെ ഒരു 6-7 മാസം അല്ലെ, 7 മാസത്തെ അത്രേ ഉള്ളൂ മാക്സിമം. അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഞങ്ങൾക്ക് ആളും സൈഷറിന്റെ അച്ഛനൊക്കെ വടകരയാണല്ലോ, അങ്ങനെയാണ് വടകരയ്ക്ക് പോയത്. പക്ഷെ വടകര ഞങ്ങൾക്ക് കിട്ടിയ വീട് എന്ന് പറയുന്നത് ഞങ്ങളെ ലൈഫിൽ മറക്കൂലാത്തൊരു. അതെ, അത് മാത്രമല്ല അതിന്റെ ആ ഏരിയയിൽ നമ്മളിപ്പം അതിന്റെ മേലെ ഉണ്ണിയേട്ടനും നീനും പ്ലേസ് നമുക്ക് അത്രയും പ്രിയപ്പെട്ടായി മാറുന്ന എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആൾക്കാരാണ്. അതെ, അപ്പൊ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടെന്ന് നമ്മളോട് ചേർത്ത് നിർത്തിയ കുറച്ച് ആൾക്കാരാണ് അവര്. പിന്നെ സതീഷേട്ടനെ എൻ്റെ ചെറുപ്പം മുതലേ സതീഷേട്ടൻ സ്വന്തം വീട് പോലെ കരുതിയ പിന്നെ ഞങ്ങളെ ബേബിയേട്ടെ മിസ് ചെയ്യുന്നുണ്ട്, അജിയേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകൾ കുറെ അവിടെയാണ് ഉള്ളത്. ഫ്രണ്ട്സുകള് ഒക്കെ എല്ലാവരും ആയിട്ട് ഞങ്ങള് കുറെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഒരു 3 കൊല്ലം ഓരോ ഡേയും നമുക്ക് അറിഞ്ഞില്ല, ദിവസം പോകുന്നത് അറിഞ്ഞില്ല എന്ന് അറിഞ്ഞു. ശരിക്കും അതൊക്കെ നമ്മൾ നിങ്ങളെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. പിന്നെ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇനി ചിലപ്പോൾ ഒരു പുതിയ തുടക്കം. അതെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലോട്ട് പോകാം. അതെ, ഇനി അടുത്ത സ്റ്റെപ്പെങ്കിലും അടുത്ത ഇത് നമ്മൾ പുതിയ വീട്ടിലാവട്ടെ എന്ന് നിങ്ങളെ പ്രാർത്ഥനയും കാര്യമൊക്കെ വേണം അതിൽ. ഇതിപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പിന്നെ റെന്റ് ഹൗസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ അന്ന് പറഞ്ഞില്ല നിങ്ങൾ പുതിയ വീട്ടിൽ പോകുന്നത്. നടക്കട്ടെ, അത്രയും നിങ്ങളുടെ ആഗ്രഹമാണത്. അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന വേണം, ഹെൽപ്പ് വേണം അല്ലേ, സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് മാത്രം നമുക്ക് ഇതാ മോള് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഓലയും കൂടി ഒരു ആഗ്രഹമാണ്, ഒരു വീട്ടിൽ ഞങ്ങൾക്കൊരു ആഗ്രഹമാണ് ഇന്ന് ഒരു ഫ്ലാറ്റ് വിട്ടിട്ട് ഒരു വീട്ടിലോട്ട് എങ്ങനെ നിന്നാലുണ്ടാവുന്ന ഒരു ഇതറിയണമെന്ന്. ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളിവിടെയും ആഗ്രഹം എല്ലാം നടക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതനി വീഡിയോസ് ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും കൂടെ തന്നെ വേണം, പ്രാർത്ഥനയും വേണം. ഓക്കെ, ബൈ.